ജാസ്മിൻ ജാഫർ ദ റിയൽ ഗെയിമർ. ബിഗ് ബോസ് സീസൺ 6 തന്നെ കേൾക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേര് ജാസ്മിൻ, ഗബ്രി, ജിൻഡോ എന്നിവരുടേതായിരിക്കും. അതിൽ തന്നെ എടുത്തു പറയേണ്ട പേര് ജാസ്മിന്റെ തന്നെയാകും. ആദ്യ ആഴ്ച മുതൽ 60 ദിവസം വരെയും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ജാസ്മിന് സാധിച്ചു. ഒരുപക്ഷെ നെഗറ്റീവ് ഗെയിം ആണ് കളിക്കുന്നതെങ്കിൽ കൂടിയും ഒട്ടും ഇമേജ് കോൺഷ്യസ് ആകാതെ ജാസ്മിൻ ഗെയിം കളിച്ചു തന്നെ നിന്നു. ജാസ്മിൻ ഗബ്രി കോംബോ റിയലോ ഫേക്കോ എന്തോ ആയിക്കോട്ടെ, ഈ കോംബോ തന്റെ ഇമേജിനെയും ഫാമിലിയെയും റിലേഷൻഷിപ്പിനെയും ബാധിക്കും എന്ന് ഒട്ടും വകവയ്ക്കാതെ പോരാടിയ 23 വയസ്സുകാരിയുടെ പേരിൽ തന്നെ ഈ സീസൺ അറിയപ്പെടും. ഗബ്രി പോയതിനു ശേഷവും തളർന്നിരിക്കാതെ, ഗെയിം മാറ്റിപ്പിടിക്കാതെ, ഗബ്രിയുടെ ഫോട്ടോ മാല ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കി അത് വെച്ച് ഗെയിം കളിക്കുന്ന ജാസ്മിനെ 2 ആഴ്ചയായിട്ട് കാണാം. ഗബ്രി പോയാലെങ്കിലും തന്റെ ഗെയിം ട്രാക്ക് മാറ്റിപ്പിടിക്കുമെന്ന് വിശ്വസിച്ച ഫാൻസിന് പോലും നിരാശയാണ് ജാസ്മിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ടോപ്പ് 5-ൽ തന്നെ നിൽക്കാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. പക്ഷേ ജാസ്മിൻ കളിക്കുന്നില്ല. മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായി ജാസ്മിന്റെ ഫാദറാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. മോളെ, ഗബ്രി പോയതിന് കരഞ്ഞു തളർന്നിരിക്കുന്ന ജാസ്മിനെ അല്ല ഞങ്ങൾക്ക് കാണേണ്ടത്. നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കേ. ഗബ്രിയുടേതായിട്ടുള്ള ഒരു ഓർമ്മകളും നിനക്കിനി വേണ്ട. ഒറ്റയ്ക്ക് നിന്ന് കളിക്കേ. ഗെയിം ട്രാക്ക് മാറ്റിപ്പിടിക്കൂ. കളിയിൽ ശ്രദ്ധിക്കൂ. സത്യത്തിൽ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച പലതുമാണ് ജാഫർ എന്ന പിതാവ് ഇന്നലെ ചെയ്തത്. സത്യത്തിൽ സന്തോഷം തോന്നുന്നു. ഇത്രത്തോളം സൈബർ അറ്റാക്കും ബുള്ളിങ്ങും നേരിട്ട ഫാമിലി വേറെ ഉണ്ടാവുകയില്ല. എന്നിട്ട് പോലും തന്റെ മകളെ ഉപേക്ഷിക്കാതെ എന്ത് വന്നാലും ഞങ്ങളുണ്ട് കൂടെ, നന്നായി കളിക്ക് എന്ന് പ്രചോദനം നൽകിയ ഈ അച്ഛനിരിക്കട്ടെ ഒരു കയ്യടി.